അപ്പോൾ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ നമുക്കിപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ചിന്താ ജെറോമിനോടെ എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ പ്രസംഗമായിട്ടേ അപ്പോൾ ഓരോ നേതാക്കളുടെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം പറയാം. രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ നേതാക്കളുടെയും പ്രസംഗം വ്യത്യസ്ത ശൈലിയിലായിരിക്കും. നമുക്ക് EMSൻ്റെതല്ല, കെ നായനാരുടെ ശൈലി, അല്ല MVRൻ്റെ ആണെങ്കിൽ ചോദ്യങ്ങൾ MVR ചോദിക്കുക, MVRന് തന്നെ ഉത്തരം പറയാം. പിണറായി വിജയൻ്റെ ശൈലി മറ്റൊന്നാണ്. കെ സുധാകരനാണെങ്കിൽ കയറി ഇറങ്ങി അത്രയും ഇതിൽ പോകും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ പ്രസംഗം ആരുടെയാണ്? ഞാൻ പൊതുവേ രാഷ്ട്രീയ പ്രസംഗങ്ങളെല്ലാം കേൾക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പ്രസംഗ ശൈലി എന്നുള്ളതല്ല. കാരണം അതിനകത്തെ കണ്ടൻറ്റും അത് ജനങ്ങളുമായി എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നുള്ളതുമാണ് പൊതുവേ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എനിക്ക് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ അളന്ന് കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയുക. അതിനകത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ളൊരു പിന്നീട് അത് വ്യക്തത കുറവില്ല. പിന്നീട് അതിനകത്ത് മറ്റ് അതിനെ തുടർന്നുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വന്നാലും ആ പറഞ്ഞ കാര്യങ്ങൾക്കകത്തുള്ളൊരു വ്യക്തത അത് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അനുകരിക്കാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു നാക്കുപിഴവോ അല്ലെങ്കിൽ പറയുന്നതിനകത്തൊരു ക്ലാരിറ്റി കുറവോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെനിക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. പിന്നീട് പുതിയ തലമുറയിലാണെങ്കിൽ സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ളതാണ്. കാരണം നന്നായി ഹോംവർക്ക് എല്ലാം ചെയ്ത് ഇപ്പം സ്വരാജേട്ടനെ നമ്മളൊരു പരിപാടിക്ക് ക്ഷണിച്ചാൽ തന്നെ അദ്ദേഹം അതിനേക്ക് തയ്യാറെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു 10-20 പുസ്തകങ്ങൾ വായിക്കുന്ന വിവരം ആ ഒരൊറ്റ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ലഭിക്കും, അറിവ് കിട്ടും. അപ്പോൾ അത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങൾ നിരവധി ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് രസകരമായി കേട്ടിരിക്കാൻ കഴിയുന്നതും എല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉഴവൂർ വിജയൻ സാറിൻ്റെയൊക്കെ പ്രസംഗം ആ സമയത്ത് വളരെ രസകരമായി വിശേഷങ്ങൾ ഒരുപാടുണ്ട്. സംബന്ധിച്ച് പ്രസംഗങ്ങളാണല്ലോ, ജീവിതം തന്നെ പ്രസംഗമാണ്. അപ്പൊ ഉണ്ണിച്ചേട്ടാ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അല്ല, എനിക്ക് ഒരുപാടുണ്ട് ഇനി ചോദിക്കാം, പ്രത്യേകിച്ച് പ്രസംഗത്തിന്റെ കാര്യത്തിൽ. ഇനി വേണ്ട, ഞാനൊന്ന് ചോദിച്ചോട്ടെ ചേച്ചി. നമുക്ക് ഈ ഓരോ കലോത്സവ വേദി എന്ന് പറയുമ്പോഴത്തേനും ഓരോ ഓർമ്മയാണ്. നമ്മളെ സംബന്ധിച്ച് സ്കൂൾ കലോത്സവം വലിയൊരു ഓർമ്മയാണ്, കോളേജ് കലോത്സവം ഒക്കെ ഓർമ്മകളുടെ ഒരു സംഗമ വേദിയാണ് ഓരോ അതെ കലോത്സവ വേദികൾ. അപ്പോൾ ചിന്ത ചേച്ചിയുടെ ഓർമ്മയല്ല എനിക്ക് വേണ്ട, ഒരു പെർഫോമൻസ് വേണം. പ്രസംഗ മത്സരം അല്ലായിരുന്നോ ഞാൻ പങ്കെടുത്ത? പ്രസംഗം ആയാലോ? എല്ലാ പ്രസംഗവും പെർഫോമൻസ് ആണ് ഇപ്പോൾ. ആവശ്യത്തിന് യൂട്യൂബിലുണ്ട്. എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആ ഒരു ഓർമ്മയിൽ നിന്ന് കലോത്സവ കാലത്തെ ഒരു ഓർമ്മയിൽ രണ്ടുപേരും കവിതയെങ്കിലും. അല്ല, അങ്ങനെ എനിക്ക് ഈ സമയത്ത് അത് പങ്കുവയ്ക്കാനായിട്ട്. ഓക്കെ, ഞാനൊരു വിഷയം തരാം. കൊല്ലത്തെ കലോത്സവം. കൊല്ലത്തെ കലോത്സവം നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന എല്ലാം ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കും കേട്ടോ. അല്ല മത്സരമാകുമ്പം അതിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം. അതിപ്പം മോണാക്ടോ കഥാപ്രസംഗം ഒക്കെ ആണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. പ്രസംഗം അങ്ങനെ ഒരു അപ്പൊ ഒന്നും ചെയ്യില്ല. അല്ല, രണ്ടുപേരും കവിതയെങ്കിലും ഓർമ്മ ഉണ്ടാവൂലേ? രണ്ടുപേരും കവിത ഓർമ്മ ഇല്ലാത്ത ഒരു പ്രസംഗകരുണ്ടാവോ? അതെ. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു കവിത ചൊല്ലുന്നില്ല. വേണ്ട, വാഴക്കുല ചൊല്ലണോ? വാഴക്കുല സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാഴക്കുല തന്നെ 1/2 മണിക്കൂർ പിടിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വേദിയിൽ രാവിലെ അറിയാം ഒരുപാട് തിരക്കുകളുടെ കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാം. വാഴക്കുല മിസ് ചെയ്യുന്നു എന്നുള്ളൊരു അതാ നിങ്ങളെ 1 മണിക്കൂർ ആക്കൂ. എന്താണെങ്കിലും നമുക്ക് വാഴക്കുല കേൾക്കണം അല്ലേ? നമുക്ക് വീണ്ടും ഒന്നിക്കാം. അതെ അതെ, കൊല്ലത്ത് തന്നെ ഉണ്ടല്ലോ.